പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനഘയാണെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ അനഘയാണെങ്കിൽ നന്ദു ഹോസ്പിറ്റലൊക്കെ കൊണ്ട് ചേർത്തിട്ടുണ്ടേ. നമ്മൾ അബിയാണെങ്കിൽ അനഘയെ കൊല്ലാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നയനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് നന്ദു ആണെങ്കിൽ അനഘയെ രക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നയനയ്ക്കാണെങ്കിൽ ഇത് അങ്ങോട്ട് സഹിക്കാൻ പറ്റാതെ നയനയാണെങ്കിൽ അബിയായിട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ അബിയെടുത്ത് ചോദിക്കുന്നുണ്ട്, നീയല്ലേ അനഘയെ കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അബിയാണെങ്കിൽ അത് അങ്ങോട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നവ്യ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത്? ആദ്യം നീ പോയി നിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നേരെയാക്കാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയ ഒരാളാണ് നിൻ്റെ ഭർത്താവ്. എന്നിട്ട് നീ അയാളെ പോയി ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കാതെ നീ എന്തിനാ എൻ്റെ ഭർത്താവിനെ ഉപദേശിച്ച് നേരെയാക്കാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നവ്യാണെങ്കിൽ നയനയായിട്ട് അങ്ങോട്ട് ഉടക്കം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ നവ്യാണെങ്കിൽ ഭയങ്കര അബിയാണെങ്കിൽ അങ്ങ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഭയങ്കര നന്മ മരം കണക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നവ്യ പറയുന്നുണ്ട്, എന്തായാലും അബി എന്തായാലും നിൻ്റെ ഭർത്താവ് ചെയ്ത കണക്കൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നും അബി ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിൻ്റെ ഭർത്താവ് ഇവിടെ എല്ലായിടത്തും നന്മ മരം കണക്ക് ചമഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ. നിൻ്റെ ഭർത്താവ് ആദർശേട്ടൻ, അയാൾ ആദർശേട്ടനെന്നല്ല വിളിക്കേണ്ടത്, അയാളെ വേറെ വല്ലതൊക്കെ വിളിക്കേണ്ടത്. അതുകൊണ്ട് നയനെ നിൻ്റെ അടുത്ത് പറഞ്ഞേക്കുക, നീ മേലെ എന്നെയോ എൻ്റെ ഭർത്താവിനെയോ ഭരിക്കാനോ ഒന്നിനും വരേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ നവ്യ അങ്ങനെ നയനെ അടുത്ത് ഭയങ്കരമായിട്ടൊക്കെ റോങ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നവ്യ പറയുന്നുണ്ട്, എന്തായാലും നിനക്കറിയാലോ ഞാനിവിടെ വന്നു കയറിയ സമയത്തുള്ള ആ ഒരാളല്ല ഞാനിപ്പം. എൻ്റെ സ്വഭാവങ്ങളൊക്കെ ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ട് ഈ കുടുംബത്തിന് പറ്റിയൊരു മരുമകളായിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നീയായിട്ടത് എന്തായാലും ഇല്ലാതാക്കരുതെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ പഴയ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഞാനും നീയായിട്ട് തന്നെ ശത്രുതയുണ്ടാകും, അതിനെന്തായാലും ഒരു അവസരം ഉണ്ടാക്കേണ്ട നയനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നതും ചേച്ചി തന്നെ അത് കരയാനൊക്കെ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഞാനും കുറേയൊക്കെ വേണ്ടാന്ന് വെച്ച് ചേച്ചിയുടെ ജീവിതം ഓർത്താണ് ഞാനും ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്, അതിപ്പം ചേച്ചി തന്നെ എന്നെക്കൊണ്ടത് വിളിപ്പിച്ച് പറയിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ നീ പറ, എന്തായാലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അതോ ഇനി എൻ്റെ ഭർത്താവായ അബി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നീ എന്തായാലും ഉള്ള കാര്യങ്ങൾ പറ, എന്തായാലും നിങ്ങൾ എന്നെ എന്തോ ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നീ അത് പറയാനൊക്കെ പറയുന്നുണ്ട് നയനെടുത്ത്. നവ്യ ചോദിക്കുന്നുണ്ടോ, ഇനിയിപ്പം ആദർശേട്ടനെ ഇനിയിപ്പം തെറ്റൊന്നും ചെയ്തിട്ടില്ല നന്മമാരാണെന്നൊക്കെ പറയാൻ വേണ്ടിയാണോ നിൽക്കുന്നത്? വേണമെങ്കിൽ നിങ്ങൾ ഈ അവസരത്തിൽ അതുമൊക്കെ ചെയ്യുമെന്ന് പറയുന്ന സമയത്താണല്ലോ നയനെ ദേഷ്യമായിട്ട് പറയുന്നുണ്ട്, ഒന്ന് നിർത്തുക, കുറേ നാളുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെയാണല്ലോ ഇങ്ങനെ കിടന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ എന്നാൽ പിന്നെ പിന്നെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അബിക്ക്, അതൊന്നും ചേച്ചിയൊന്നും വിശ്വസിക്കാത്ത എന്താ? പിന്നെ ഒരു കാര്യം പറയാം, ഇവിടെ നിൽക്കുന്ന ചന്തുമോളെന്ന് പറഞ്ഞാൽ അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല, അത് അബിയുടെ കുഞ്ഞാണ്, അത് ചേച്ചി എങ്കിലും ഇനി മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കുഞ്ഞിൻ്റെ പിതൃത്വം ആദർശേട്ടനാണെങ്കിൽ ഏറ്റെടുത്തത് വെറുതെ ചേച്ചിയുടെ കുടുംബത്തിനൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവണ്ടെന്നും പറഞ്ഞിട്ട് ആദർശേട്ടൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് ആദർശേട്ടൻ ആ ഒരു പിതൃത്വം ഏറ്റെടുത്തയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിളിച്ച്. നന്ദു ആണെങ്കിൽ ഈ കാര്യം മുമ്പേ ചേച്ചിയെടുത്ത് പറയാൻ വേണ്ടിയൊക്കെ നിന്നതാണ്, പക്ഷെ ഞാനാണ് നന്ദുവിനെ തടഞ്ഞൊക്കെ നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നയന. എന്നിട്ട് ഇപ്പം ചന്തുമോളുടെ ആ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി അബിക്ക് വയ്യാത്തത് കാരണം അബിയാണെങ്കിൽ അനഘയെന്ന് പറഞ്ഞ് അവരെ കൊല്ലാൻ വേണ്ടി വരെ അവൻ ശ്രമിച്ചിട്ട് ഇന്നിപ്പോൾ അവർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നവ്യയെടുത്ത്. ഇത് മാത്രമല്ലാതെ അവനാണെങ്കിൽ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ മറിച്ചൊക്കെ വേറൊരാൾക്കാർക്ക് സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ ആയിട്ടൊക്കെ അബി ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും ഒന്നും കോടിക്കണക്കിന് രൂപയാണ് അബി തട്ടിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യമൊക്കെ മുത്തശ്ശനൊക്കെ സംശയം തോന്നിയിട്ട് മുത്തശ്ശനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ മുത്തശ്ശൻ നന്ദുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയത്താണെങ്കിൽ നന്ദു അതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണത്തിലും കാര്യത്തിലൊക്കെ ഇപ്പം നടക്കുന്നത്. അതുപോലെ തന്നെ അവൾ ഇനി ചേച്ചിയുടെ ഭർത്താവെന്നുള്ള കാര്യമൊന്നും അവളിനി നോക്കത്തില്ല, അതിനുള്ള കറക്റ്റായ നടപടികളും കാര്യങ്ങളെല്ലാം നന്ദു എടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയും നമ്മളെ നയനായിട്ട്. എന്നിട്ടാണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടനെ വെളുപ്പിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്, അല്ലാതെ എൻ്റെ അബി ഇങ്ങനൊരു തെറ്റും ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ നവ്യാണെങ്കിൽ കരഞ്ഞോണ്ടൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നയന പറയുന്നുണ്ട്, ശരി എന്നാൽ പിന്നെ ചേച്ചി വിശ്വസിക്കേണ്ട, ചേച്ചി എന്തായാലും തെളിവുകൾ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി വിശ്വസിക്കില്ല, അതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ എന്തായാലും ചേച്ചിക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ നവ്യാണെങ്കിൽ ഇവിടെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.